ഹലോ ഫ്രണ്ട്സ്, സമയം ഇപ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ക്രിസ്മസ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് വന്നിട്ടുള്ളതാണ്. പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത്. നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താട്ടോ ചെയ്യണേ? ചട്ടി ഉണ്ടാക്കുന്ന ആളല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരനാണ് അല്ലേ? ഈ കല്ലില് ചവിട്ടിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. നടക്ക്. ലൈറ്റൊക്കെ വെച്ച് ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീതയ്ക്ക് പോകാൻ പറ്റുമോ? എന്താ അവിടെ നിക്ക്. നമ്മുടെ യേശുക്രിസ്തു ആണ് കേട്ടോ അത്. അതിനെ ഞങ്ങൾ കയറി നോക്കണ. കല്ലുവിടെ വാ. ഈ ഭാഗത്ത് കൂടെ ഇറങ്ങാം. അപ്പോൾ ഈ കപ്പലിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വരുന്ന സമയത്ത് ഇവരൊക്കെ കപ്പലിൽ പായ്ക്കപ്പലിലാണല്ലോ പണ്ട് യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാറ്റ് പിടിച്ചിട്ട് ഇതാകെ അടി ഒലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ ഇവരെ വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സെന്റ് ഫ്രാൻസിസ് സേവിയറിനോട് ഒരു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കപ്പലിന് ചുറ്റുണ്ടായിരുന്ന വെള്ളം കുടിവെള്ളമായി മാറുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ഇത്. മൂപ്പരായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. കല്ലു ഞങ്ങൾ ഇതിൽ ഇറങ്ങാണ് കേട്ടോ. വീഴാതെ ഇറങ്ങണം കേട്ടാ. കല്ലു ഏട്ടാ ഇറങ്ങാ. നമ്മള് ഈ സൈഡിലൂടെയാണ് കേട്ടോ പോണത്. അതെ, പോയി നോക്കാം അല്ലേ. ഇതിന്റെ താഴേക്കും ഉണ്ട് കേട്ടോ. താഴെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം നമുക്ക്. കല്ലിവിടെ വാ. ഇതാണ് കേട്ടോ പുൽക്കൂട്. ഇത് പുൽക്കൂടാണ് അല്ലേ? കാലിത്തൊഴുത്ത്. നമ്മുടെ യേശുക്രിസ്തു ജനിച്ച സമയമാണ് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊരു സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടു ഏഞ്ചല്. ഇത് പന്നികളാണ് കേട്ടോ. പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. താഴെ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിവിടെ ഒരു ഇതാരാ? ബടന അല്ല, മീൻ പിടിക്കുന്ന ആളാണ് കേട്ടോ. ബടനല്ല, കയ്യിലെ മീനൊക്കെ കണ്ടില്ലേ?
പന്നികളല്ല, ചെമ്മരിയാടാണ്. ഷീപ്പ്. ഷീപ്പ്. ഇവിടെ നമ്മളെ ക്രിസ്മസ് പപ്പ ഉണ്ട്. ഇതാ വരുന്നു ക്രിസ്മസ് പപ്പ വരുന്നതാണ് കേട്ടോ. കല്ലും കിടുവാ. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് തോന്നുന്നത് ഇതിൻ്റെ എൻട്രി. സുത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കല്ലു ക്രിസ്മസ് പപ്പയുടെ അടുത്ത് നിന്നേ. ഇവിടെ വാ. ഇവിടെ ഒരു ക്രിസ്മസ് പപ്പ ഉണ്ട് കേട്ടോ. തൊടണ്ട, അവിടെ നിന്നാ മതി. ഇങ്ങോട്ട് നോക്ക്. നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടോ. പോവല്ലേ ഇനി? ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പോവാകല്ലോ. എല്ലാ വീടുകളും നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കേ. റോഡിന്റെ രണ്ട് സൈഡിലും കുറെ സ്റ്റാറുകൾ വഴിയിൽ ഫുള്ള് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ അടുത്തൊരു ചർച്ച് ഉണ്ട്, അപ്പൊ അവിടേക്കാണ് നമ്മൾ പോണത്. ചർച്ചാണ്. ഇതാണ് കേട്ടോ ചർച്ച്. ഈ ചർച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ചർച്ച് എന്റെ ഫ്രണ്ട് സൈഡ് അവിടെയാണ് കേട്ടോ, ആ ഭാഗത്താണ്. ഈ റോട്ടിലൊക്കെ ഈ കിസ്മറ്റ് വരണുണ്ടാവും. ഇതൊക്കെ തൂക്കിയിട്ടില്ല. ഇഷ്ടായോ കല്ലിന്? ഈ സൈഡില് വേറെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇറങ്ങാം. അപ്പൊ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇറങ്ങട്ടെ. ലോക്കൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്താൽ ശരിയാവില്ല. കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇനി അവിടെ പോയിട്ടെടുക്കാം. നേരത്തെ ക്രിസ്മസ് ക്യാപ്പ് ഇടാൻ മറന്നു കേട്ടോ. എന്നിട്ട് ഇട്ട് കൊടുത്തതാണ്. കല്ലു
ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. കയറാൻ പറ്റില്ലേ? കല്ലുണ്ട് ചെയ്യുന്നത്. ഇവിടെ നിൽക്ക്. ആ ഇനി അങ്ങോട്ട് തിരിക്കും. കല്ലിത് അവിടെ എത്തിയിട്ടോ. കല്ല് അവിടെ പോയിട്ടിരിക്കുക. ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും കല്ലിട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കാട്ടോ, കാണിച്ചു തരാം. കോമ്പറ്റീഷൻ എന്തായിരുന്നു ഏയ് കിട്ടുന്നത് നിർത്തുന്നു. അതൊക്കെ മരങ്ങളെ കട്ട് ചെയ്യൽ ഇവിടുത്തെ അതിനൊക്കെ ഇതാക്കുകയാണ്. അപ്പോൾ ഡബിൾ ട്രാക്കിങ്, അപ്പോൾ ഈ റെയിൽവേയുടെ ഡബിൾ ട്രാക്കിങ് ഇപ്പോൾ സിംഗിൾ ട്രാക്ക് അല്ലേ, ഡബിൾ ട്രാക്ക് വരുന്നത് കൊണ്ട് മൗണ്ടെയിൻസ് കട്ട് ചെയ്യപ്പെടുകയാണ്. അതൊക്കെയാണ് അതിൻ്റെ ഇത്. ഇഷ്ടമാണ്. ഇവിടെ വികസനങ്ങൾ അധികം വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ചിന്താ രീതി. അത് പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ള വികസനങ്ങളൊന്നും വേണ്ട. നല്ല പച്ചപ്പാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ക്രിബ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഫയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാ? പശുവിന് കുടിക്കാനാ? കല്ലിതൊന്നും കാണുന്നില്ലേ? ഇന്നത്തെ ദിവസം വരുന്നവർക്ക് ഇപ്പൊ കൊറേ പേര് വരുന്നുണ്ട് കേട്ടോ. നേരത്തെ ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലേ? അത് കല്ല് ഇവിടെ ഉണ്ട് കേട്ടോ. ഉള്ളില് കയറാൻ പറ്റുമോ? ഉള്ളില് പ്രയറൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങി ഇങ്ങടാ. അയ്യ അവിടെ ഒന്നുമില്ല. ഇനി ആ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. കാലിടങ്ങി കേട്ടോ എടുക്കാൻ. ഇത് ചർച്ചിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് കേട്ടോ. ഇവിടെ ക്രിബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. കുറച്ച് കഴിഞ്ഞാലാണ് ബർത്താവുക. അതുവരെ മൂടിയിട്ട് വെക്കുക കേട്ടോ. ആ അതിന് വേണ്ടിയിട്ടല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിലൊന്നുമില്ല കേട്ടോ. പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയാ? ഇവിടെയാണോ? റിവർ ബാങ്ക്സ്. കല്ല് നോക്കിയേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇവിടുന്ന് പോവാണ് കേട്ടോ. ഇനി വേറെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. കുഞ്ഞ് സ്റ്റാറുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ഫുള്ള് വഴികളലങ്കരിച്ചു വെച്ചിരിക്കുവാണ്. ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഇപ്പൊ നമ്മളെങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ചാപ്പൽ
നമ്മൾ സൗത്ത് ഗോവയിലാണ് പോണതെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ട് ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് നോർത്ത് ഗോവയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്തോ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ പോയി നോക്കാം നമുക്ക് എന്താണ്. മനസ്സിലാവില്ല, എന്നാലും കാണാലോ. ക്ലിയർ ഇല്ല കേട്ടോ. ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ പോവണില്ല കേട്ടോ. ഒരു പള്ളി ഇവിടെ കാണുന്നുണ്ട്. ഇവിടേക്കാണ് കേട്ടോ അടുത്ത ചർച്ചിലേക്ക് പോകാല്ലേ. ഇവിടെ പ്രയറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോന്നറിയില്ല, പോയി നോക്കാം. ഇങ്ങനെ ബാക്കിലൂടെ പോവാം. ക്രിസ്തുവിനെ വെച്ചിട്ടില്ല, കണ്ട ഇതിൽ വെച്ചിട്ടില്ല, ഇനി വെക്കും. ഇനി വെക്കാൻ പോകണല്ലോ അല്ലേ. ഞങ്ങളിവിടെ നിൽക്കണതുകൊണ്ട് ഞങ്ങളതിനെ അവിടെ ഇരുത്തി ഗൈസ്. അപ്പം ഞങ്ങൾ വേഗം ഇവിടെ പ്രയറൊക്കെ തുടങ്ങി. എല്ലാവരും കോട്ട് സൂട്ട് ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. ഞങ്ങളാണ് ഇങ്ങനൊരു വേഷത്തിൽ പള്ളിയിൽ പോണത്. ഞങ്ങൾ തിരിച്ച് വീണ്ടും വരികയാണ്. വീണ്ടും അവിടെ പള്ളിയിലെത്തിയിട്ടാണ്. നല്ല തിരക്കായിട്ട് അവിടെ പ്രയറൊക്കെ തുടങ്ങി. എല്ലാവരും കോട്ട് സൂട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ മാരേജ് ഫംഗ്ഷനൊക്കെ വരുന്ന അത് നമ്മൾ തിരിച്ചു പോവല്ലേ വീട്ടിലേക്ക്. കുറച്ചുകൂടെ സ്ഥലങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഉറക്കം ഞങ്ങളെ 3 പേരെ അനുവദിച്ചില്ല കേട്ടോ. ഏകദേശം 12:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ.